വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള മാനേജ്മെന്റ് സയൻസ് ആണ്. നമ്മൾ ഈ ഒരു പേപ്പറിന് ഓൺലൈനായിട്ട് കോച്ചിങ്, അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം ആണെങ്കിലും ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് പാർട്ട് 1 മാനേജ്മെന്റ് സയൻസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങൾ പലതും കാണാൻ സാധിക്കും. നമ്പർ 1, മോണ്ടി കാർലോ ടെക്നിക് ഓഫ് സിമുലേഷൻ എന്താണ്? LPP എന്തായാലും നോക്കാൻ പറഞ്ഞ ചോദ്യം. സ്ലാക്ക് വാരിയബിൾ ഇൻ LPP അതും പറഞ്ഞാണ്. അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തിയറി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് എന്താണ്? ദെൻ ടോട്ടൽ ഫ്ലോട്ട് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ്. ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഞാൻ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യത്തിൽ പറഞ്ഞൊരു ചോദ്യമാണ്. അപ്പം 4 കിട്ടാൻ ഒരു പാടുമില്ല. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത, ഞാൻ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ്. ഇത് LPPയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ മോഡൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോർമുലേറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഒക്കെ വെച്ചിട്ട്, അതാണ് ആദ്യത്തെ. ദെൻ ഗ്രാഫിക്കൽ മെത്തേഡ് രണ്ടാമത് വന്നു. ശരിക്കും LPPയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ SAക്ക് പകരം ഇതാണ് അവരിട്ടിട്ടുള്ളത് കൂടുതൽ. LPPയിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം രണ്ടാമത്. ദെൻ നെക്സ്റ്റ് ക്യൂയിങ് തിയറിയുടെ പ്രോബ്ലം, അതും ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11 നെക്സ്റ്റ് UQ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 UQ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 ഞാൻ പറഞ്ഞാണ് ഗെയിം തിയറിയിൽ പേ ഓഫ് മെട്രിക്സ്, ഈസി. ദെൻ നെക്സ്റ്റ് അസൈൻമെന്റ് പ്രോബ്ലം, അതും പറഞ്ഞാണ് റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ നോക്കണം എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 13. Then last project expected to take 15 months, critical path, okay, standard deviation details ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ബിയിൽ ആക്ച്വലി ഇപ്രാവശ്യത്തിൽ തിയറി ഉണ്ടായിരുന്നില്ല, മൊത്തം പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. എക്സ്പെക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. തിയറി ഇല്ലെങ്കിൽ നല്ല ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി പാർട്ട് സി SA നെറ്റ്വർക്ക് അനാലിസിസ്, ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് 3 വെയിറ്റേജിനൊന്നും വന്നില്ല, അപ്പോൾ അത് SAക്ക് ഇട്ടു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ 2 ചോദ്യങ്ങളെ ആൻസർ ചെയ്താൽ തന്നെ ഫുൾ മാർക്ക് അടിക്കാം. ദെൻ അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 17 അഗെയിൻ പ്രോബ്ലം. നമുക്ക് ഡീറ്റെയിൽസ് ഫേം മേക്സ് 2 types ഓഫ് ഗാർമെൻറ്റ്സ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. AB കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ബോത്ത് പ്രൊഡക്ട്സ് are processed on 3 machines. Details the time required by each product and total available per week in each machine are as follows. Machine details available time ഒക്കെ പറഞ്ഞിട്ടുണ്ട്. How should the firm schedule the production in order to maximize contribution? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 മറ്റൊരു പ്രോബ്ലം. ലാസ്റ്റ് തിയറി ഈസി ആയിട്ടുള്ളായിരുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി മെത്തഡോളജി ഓഫ് മാനേജ്മെന്റ് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. അപ്പം ഇനി നെക്സ്റ്റ് തേർഡ് സെമസ്റ്റർ ആണ്. തേർഡ് സെമസ്റ്ററിലെ പേപ്പേഴ്സിലോട്ട് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സപ്പോർട്ടിങ് വീഡിയോസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പഠനം ആരംഭിക്കുക. ഞാൻ പറഞ്ഞു പ്രോബ്ലം പേപ്പേഴ്സ് 3 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.